ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് കാണാൻ പോകുന്നത് ഗൈസ് ചുമ്മാ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ വീട്ടിൻ്റെ മേളിലാണ് ഇരിക്കുന്നത് ഗൈസ്. ഇവിടുത്തെ ഞാൻ വ്യൂ ഇപ്പോൾ ഞാൻ കാണിച്ചു. ഞങ്ങളുടെ ടെറസിൻ്റെ മണ്ടയിലത്തെ വ്യൂ ആണ് ഗൈസ്. ചന്ദ്രൻ എവിടെ പോയി? കാണുന്നില്ല ഗൈസ്, കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടേ പിന്നെ ഇതാണ് കാണാൻ പറ്റുന്നില്ല അല്ലേ? ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ കാണുന്നുണ്ടോ? കണ്ടോ? ഇങ്ങനെയുണ്ട്. ഇവിടെ നല്ല വെട്ടമുണ്ട് ഗൈസ്, നല്ല രസമാണ്. ഞാനിപ്പോൾ ചാടൊക്കെ ചെയ്യുകയാണ്. കണ്ടോ, നല്ല വെട്ടം ഇങ്ങനെ. ഇവിടെ പിന്നെ ഒരു കിണറുണ്ട് ഗൈസ്. ഞങ്ങൾ തറയിരുന്നാണ് ഗൈസ് വീഡിയോ എടുക്കുന്നത്. പിന്നെ ഒരു കാര്യം കാണിച്ചു തരാം ഞാൻ. ഓ മൈ ഗോഡ്, മിണ്ടായിരിക്കടി. അപ്പോൾ അതാണ് ഗൈസ് എൻ്റെ അനിയത്തി. അപ്പം ഇതാണ് ഒരു ആത്തച്ചക്ക എന്ന് പറയും ഗൈസിൻ്റെ സാധനം. ഇപ്രാവശ്യം ഇത് തോനെ പിടിച്ചിട്ടുണ്ട്. എല്ലാം അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ ഗൈസ്. എല്ലാം നിറച്ച് പിടിച്ചേക്കുന്ന അപ്പുറത്തെ സൈഡിലാണ്. ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, ദിസ് ഈസ് എ ചക്ക ഗൈസ്. ഇപ്പം ഇതാർക്കും വേണ്ട ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചക്ക ഒരു കൂഴച്ചക്കയാണ്. അപ്പം ഈ ചക്ക ആർക്കും വേണ്ടാന്ന്. പക്ഷെ എനിക്കിഷ്ടമാണ് ഗൈസ്. എനിക്ക് പിച്ചി തിന്നാലല്ലേ തിന്നാൻ പറ്റത്തുള്ളൂ ഗൈസ്. അപ്പം ഇതാണ് എൻ്റെ വെളിയിലത്തെ വിശേഷങ്ങൾ ഗൈസ്. കണ്ടോ? പിന്നെ ഇതാണ് എൻ്റെ പെരിച്ചാലി അനിയത്തി. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ എൻ്റെ വെളിയിലത്തെ വ്യൂ ഒക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയല്ല ഗൈസ്. എന്താണെന്നറിയാമോ? ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുത്തേക്കാം. അങ്ങനെ ഞാൻ എടുക്കുകയാണ് ഗൈസ് ഈ ഒരു വീഡിയോ. അപ്പോഴത്തേക്കും ഞാൻ എന്നെ ഇവളെയും കൂടെ പിടിച്ചൊന്ന് ഇരുത്തി വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, നമുക്ക് സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് 157 ഞാൻ വീണ്ടും പറയുകയാണ്, 157 ഗൈസ്. ഈ വീഡിയോ കാണുന്ന ചേട്ടന്മാരും ചേച്ചിമാരും എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ? ഈ ഒരു 2 അനിയത്തിമാരുടെ ഒരു റിക്വസ്റ്റാണത്. ഒന്ന് ദയവായി ഒന്ന് ചെയ്യൂ. നിങ്ങൾക്ക് അത് അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ ഒന്നും ആവശ്യമില്ല ചേച്ചിമാരെ ചേട്ടന്മാരെ. നിങ്ങൾ ചെയ്തിട്ട് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതേപോലെ ആൻറ്റിമാരും തന്നെ, ആൻറ്റിമാരും അമ്മമ്മമാരും എല്ലാവരും കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെന്താണ് ഗൈസ്, അതിനൊക്കെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ എക്സാം അങ്ങനെ അടുത്തിട്ടുണ്ട് ഗൈസ്. എൻ്റെ എക്സാം അങ്ങനെ ഇവർക്ക് എക്സാം ഇല്ല. ഇവർക്ക് ഇനി തുടങ്ങത്തേ ഉള്ളൂ ഗൈസ്. അപ്പം എൻ്റെ എക്സാം എന്ന് പറയുന്നത് 29th ആക്കിയിട്ടുണ്ട്. അപ്പം ഒരു ദിവസം തന്നെ 2 എക്സാമാണ്. അങ്ങനെ 3 ദിവസം തീർക്കും. അതായത് വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ തീർന്നു. ഞങ്ങളുടെ എക്സാം തീർന്നു. എന്നിട്ട് കുറേ ദിവസം ക്ലാസ് കാണും. പേപ്പറൊക്കെ കിട്ടും. നല്ല സൂപ്പറായിരിക്കും. പിന്നെ മറന്നുപോയല്ലോ, ലീവാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഫെസ്റ്റിനൊക്കെ പോവും. അതായത് ആശ്രാം എക്സിബിഷൻ കേട്ടോ. എക്സിബിഷൻ അപ്പോൾ അതാണ് ഗൈസ്. അപ്പം അവിടെ നമ്മൾ പോകും. എന്നിട്ട് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകും കേട്ടോ ഗൈസ്. അപ്പം അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം ഗൈസ്. അപ്പോൾ ഇതൊക്കെ പറയാൻ വേണ്ടിയാണ്. എനിക്ക് പരീക്ഷ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ലീവല്ലേ? കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണോ? അവിടെ പൈസ കയ്യിൽ വരണേ. അങ്ങനെ ഞങ്ങൾക്ക് ഓണം സെലിബ്രേഷനൊക്കെ കാണും ഗൈസ്. അപ്പോൾ അതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ എടുത്തിടുന്നതായിരിക്കും. നല്ല രസമായിരിക്കും ഗൈസ്. ഞാനിവിടെ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുകയാണ്. ബാഗി പാൻറ് ഇടണോ അതോ ബാഗി ഗൈസ്? എൻ്റെ വീക്ക്നെസ് ആണ് ഗൈസ് ബാഗി പാൻറ്. ബാഗി പാൻറ് ഇല്ലാതെ എനിക്ക് ജീവിക്കാനേ കഴിയില്ല ഗൈസ്. അപ്പം ബാഗി പാൻറ് ഇടണോ, ബാഗി പാൻറ്റും ക്രോപ്പ് ടോപ്പും ഇടണോ അതോ ട്രഡീഷണൽ ഔട്ട്ഫിറ്റ്, അതായത് പട്ടുപാവാട തന്നെ ഇടണോ? നീ ഇടുന്നുണ്ടല്ലേ എന്തുവാ ബാഗി പാൻറ്? ഇടാത്ത പോലെയാണ് ഗൈസ് പറയുന്നത്. ചുമ്മാ അവിടെ പോകാൻ പറ. അപ്പോൾ ഗൈസ്, അങ്ങനെ എന്ത് ഇടണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് Q&A വീഡിയോ ചെയ്യണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. അല്ല, ക്വസ്റ്റ്യൻ താഴെ കൊടുത്തുതരാം. ഞങ്ങൾ അത് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഞാനും എൻ്റെ അനിയത്തിയും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ ഗൈസ്.
എൻ്റെ കയ്യിലിരിക്കുന്ന കല്ലാണ് കേട്ടോ. തറ കിടന്ന കല്ലെടുത്ത് വെച്ചിട്ട് ഞങ്ങൾ പറയുവാണ്. അപ്പം അങ്ങനെയാണ് ഗൈസ്. ഇനി എന്താ പറയണ്ടേ, ഇവിടെ നല്ല വ്യൂ ആണ്, ഞാൻ കാണിച്ചു തന്നല്ലോ അതേപോലെയാണ്. എൻ്റെ കമ്മലി കയറി കുടുങ്ങും എൻ്റെ മുടി, ഇത്രയും മുടിയാണ് കേട്ടോ, കണ്ടോ. പിന്നെന്താണ്, അയ്യോ ഇനി എന്താ ഞാൻ പറയണം ഗൈസ്. അതേപോലെയാണ്, എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ദയവായി ചേട്ടന്മാരും ചേച്ചിമാരും അമ്മമാരും അമ്മമ്മമാരും ആൻറ്റിമാരും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പൂപ്പന്മാരും അങ്കിളുമാരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണുക ഗൈസ്. നിങ്ങളെല്ലാവരെയും കൂടെ ഒരു പേരിട്ടേക്കാണ് ഞാൻ, അതാണ് ഗൈസ്. നീ എന്തതിന് വീഡിയോൻ്റെ വേളയിൽ പോയിരിക്കുന്ന കൊണ്ട് നോക്ക്. കൊള്ളാം തമ്പി. വന്നു. അപ്പം ദയവായി എൻ്റെ ഒരു റിക്വസ്റ്റ് നിങ്ങൾ കേൾക്കണം, എൻ്റെയും എൻ്റെ അനിയത്തിൻ്റെ. ഇവള് വീഡിയോയിൽ സംസാരിക്കാനല്ല, എനിക്ക് നല്ല ലിപ്സ്റ്റിക് കിട്ടി. ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. വാ ഇരിക്കേ. അപ്പം മതി. അപ്പോൾ ഗൈസ് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം പോകുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങളൊന്ന് കാണണം കേട്ടോ. നിങ്ങളുടെ ഇന്നത്തെ ഷോർട്സ്, ഇന്നത്തെ ഡാൻസ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എന്നല്ലേ ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി എന്തൊക്കെയുണ്ട് സംസാരിക്കണം എന്ന് ഞാനൊന്ന് ആലോചിക്കണം. ആലോചിച്ചിട്ട് ഗൈസ് ഞാൻ വന്നിട്ടുണ്ട്. എൻ്റെ അനിയത്തി അതായത് കാണാതായത് നിങ്ങൾ ഓർക്കണ്ട ഗൈസ്. അവള് നമുക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. അവള് ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വരും കേട്ടോ. അവിടെയാണ് അവളുടെ കിച്ചൺ. നമ്പൂരി എന്തിയേ അവള് പോയോ ഗൈസ്? അവിടെ ഉണ്ട്. ചെറുതായതുകൊണ്ട് കാണാൻ പറ്റത്തില്ല ഗൈസ് അവളെ. അപ്പോൾ അവൾ ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്, മണ്ണൊക്കെ വെച്ചിട്ട്. സൂപ്പർ ഡിഷാണ് ഗൈസ്. ഞാൻ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ എത്രയോ വർഷമായിട്ടിരിക്കുന്ന ഒരു റംബൂട്ടാൻ മരം ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകണം. അതിനകത്ത് ഒരു കായ പോലും പിടിച്ചിട്ടില്ല ഗൈസ്. ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് വഴക്ക് പറയാത്ത ദിവസങ്ങളില്ല ഗൈസ്. ഞാൻ കാണിച്ചു തരാം. നോക്കൂ ഗൈസ്, നോക്കൂ. ഈ സാധനമാണ് ഇവിടുത്തെ ഒരു രാജാവ് എന്ന് പറയാം. ഞങ്ങൾ രാജാവ് പോലെ ഇതിനു വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നറിയാം. അതായത് ഇത്രയും നീളം വെച്ചല്ലാതെ ഇതിനൊരു സാധനവും പിടിക്കുന്നില്ല ഗൈസ്. ഓക്കെ, ചെരുപ്പ് അവിടെയുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് ഞങ്ങളുടെ റംബൂട്ടാൻ മരം. ഇതുപോലും പിടിച്ചിട്ടില്ല, കായ പോലും പിടിച്ചിട്ടില്ല ഗൈസ്. ഇതിനെ ഞാൻ വഴക്ക് പറയാത്ത ദിവസങ്ങളില്ല ഗൈസ്. കണ്ടോ ഗൈസ്, ഇങ്ങനെയുണ്ട് ഗൈസ്. ഇതിനെ ഇപ്പം വളരാൻ വേണ്ടി എന്താ ചെയ്യണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്, പ്ലീസ്. അത് മാത്രമെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ അനിയത്തി എന്താ ചെയ്യുന്നത്? ഇത് വെട്ടി തരാനാ? നല്ല സ്ഥലം നോക്കി, അഴുകിയ സ്ഥലമോ? അഴുകിയ സ്ഥലത്ത് ഏത് അഴുകിയ സ്ഥലം? നീ എങ്ങനെ വെച്ച് തരട്ടെ? പുഴു ഒന്നും ഇല്ല. എന്നാ പിടി. ഐ ലവ് യു. പോടി അങ്ങോട്ട്. എനിക്കൊന്ന് ഇതൊന്ന് എങ്ങനെ ഈ ഡിഷ് ഒന്ന് ചെയ്യുന്നതെന്നൊന്ന് പറഞ്ഞു തരണം കേട്ടോ. കത്തി കണ്ടോ ഗൈസ്? കത്തി ഒന്ന് കാണിച്ചു കൊടുക്കോ? എവിടെയോ കിടന്നൊരു കത്തി ഗൈസ്. സൂപ്പർ അടിപൊളി. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവളുടെ കിച്ചൺ സെറ്റ് ഞാൻ ഗൈസ് ഗൈസ്, ഇതാണ് അവളുടെ കിച്ചൺ സെറ്റ് ഗൈസ്. ഇന്ന് മിണ്ടാതിരിക്കുവോ ഗൈസ്? അപ്പം ഇത് അവളുടെ ചപ്പാത്തിക്കോലാണ് ഗൈസ്. പിന്നെ ഇതാണ്ട് അവളുടെ കത്തി ഞാൻ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്താ ഈ സാധനം, എന്താ ഇതിൻ്റെ പേര് മറന്നുപോയി. പിന്നെ ഇല ഗൈസ്, ചോറിടാൻ വേണ്ടി ഇല. പിന്നെ ഇതാണ്ട് ഇതും അതിൻ്റെ മേളിൽ ഇടണം ഗൈസ്. ഇതാണ് അവളുടെ ചിക്കൻ അല്ലേ? ചിക്കനാണോ എന്തുവാ? മുളകാണ്, തോരൻ്റെ മുളക്. ഇത് വര ഇട്ടിരുന്നുണ്ട്. ഇത് ചിക്കൻ, ഇത് മുളക്. ഇത് ചിക്കൻ, ഇത് മുളക് കേട്ടോ. 2 പാർട്ടീഷനാണ്. ഇത് ചിക്കൻ, ഇത് മുളക് കേട്ടോ. ഇതെല്ലാം ഇതിൻ്റെ കണ്ടുപിടുത്തമാണ്. ഇങ്ങോട്ട് നോക്കട്ടെ, നോക്കാന്ന് കാണിച്ചേ. ഇതിൻ്റെ കണ്ടുപിടുത്തമാണ് ഞങ്ങളുടെ വയൽ ഗൈസ്. ഇവിടെ എവിടെ നോക്കിയാലും ബാക്കിൽ ഫുള്ളും, ഞങ്ങളുടെ വീട്ടിൻ്റെ ബാക്കിൽ ഫുള്ളും വയലാണ് ഗൈസ്.
നല്ല രസം, ഞാൻ കാണിച്ചു തരാവേ. അപ്പുറത്ത് കൂടി പോയി കാണിച്ചു തരാം. പറ്റത്തില്ല ഗൈസ്, കാണാനായി കഴിയില്ല ഗൈസ്. കണ്ടോ ഗൈസ്, ഇതൊക്കെയാണ് ഞങ്ങളുടെ വയൽ കാഴ്ചകൾ. കണ്ടോ? ഒരു പാട്ട് പാടുവോ? പാട്ട് പാടും പ്ലീസ്. എൻ്റെ മുമ്പിലൊക്കെയാണ് ഗൈസ് പാട്ട് പാടും ഗൈസ്. ഇവളിപ്പം വലിയ പുതുമ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താ ഇത് സാധനം? ഇത് മറ്റേ ചിക്കൻ കറിക്കില്ലേ, മറ്റേ ഇല. ചിക്കൻ കറിക്കുള്ള ഇലയാണ് കേട്ടോ ഗൈസ്. അത് എന്തൊരു ഇലയായിരുന്നു, ഒരു നീളത്തിലുള്ള ഇലയില്ലേ? ആ ഗ്രാമ്പ് വന്നു തോന്നുന്നു. എനിക്കൊന്നും അറിയത്തില്ല. ആ മാന്ത്രിക ദണ്ടാണ്, മാന്ത്രിക ദണ്ട്. ആ അതല്ല കേട്ടോ. ശരി, എന്തെങ്കിലും അല്ല, മുട്ട. മുട്ടത്തോരൻ. മുട്ടത്തോരൻ. ശരി, മുട്ടത്തോരൻ എങ്കിൽ മുട്ടത്തോരൻ. ഓക്കെ, ഒരോട്ടോടെ പറ. ഇനി ഉണ്ടാക്കിയിട്ട് കാണാം. ഇനി ഉണ്ടാക്കിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു വലിയൊരു വാഴയിലക്കകത്തൊക്കെയാണ്. കണ്ടോ ഇത് ഉണ്ടാക്കിയത്? ഗൈസ്, നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. കണ്ടോ? അതെ, നീ ട്രൈ ചെയ്തില്ലല്ലോ. ഇതാണ് ഗൈസ് നമ്മുടെ ഫുഡ്. കണ്ടല്ലോ, ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം. അയ്യോ, ഇതിനകത്ത് ഇതാണ്ട് ഗൈസ്, ഇതിൻ്റെ പേരെന്താ? മുട്ടത്തോഴൻ. മുട്ടത്തോഴനുണ്ട്. പിന്നെ മുട്ട ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മുട്ടത്തോഴൻ. മുട്ടത്തോഴൻ. പിന്നെ ഇതാണ്ട് ഇതെന്തോ ഒരു മണ്ണാന്ന് തോന്നുന്നു ഗൈസ്, എനിക്കറിയത്തില്ല. അത് ചോറാണോ? കേട്ടോ ഗൈസ്, ചോറാണ്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ചിക്കൻ ട്രൈ ചെയ്ത് നോക്കുന്നില്ലേ? നല്ല ടേസ്റ്റ്, അടിപൊളി. ഇതിവിടെ മന്തിനെ കാട്ടി നല്ല ടേസ്റ്റ്. ചിക്കൻ ബിരിയാണി. ഇത് ബിരിയാണിയാണ് ഗൈസ്. അൽഫാമിനെ കാട്ടി ടേസ്റ്റ് ഗൈസ്. ബിരിയാണിയാ? അടിപൊളി, സൂപ്പർ തമ്പുരു. നീ ഇത്രയും വലിയൊരു എന്താ ഷെഫായിരുന്നോ? എന്തൊരു അപാര ടേസ്റ്റ് ആണ് ഗൈസ്. ചിക്കൻ കഴിച്ചു നോക്കുന്നില്ലേ? ചിക്കൻ കഴിച്ചു ഞാൻ. എന്തൊരു ടേസ്റ്റ്. എന്താ ഇച്ചിരി വെള്ളം എടുത്തോ? വെള്ളം? അയ്യോ, ഇച്ചിരി താഴെ പോയി കേട്ടോ. അത് കുഴപ്പമില്ല. വെള്ളം എവിടെ? കുഴപ്പമില്ല, താഴെ പോയി. അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോ കാണാമെന്ന് പറഞ്ഞാലോ? അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോ കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, സീ യു.